ഹായ് മക്കളെ, സൈലത്തിൽ നിന്ന് അമീൻ സാറാണ്. 8ാം ക്ലാസ് പഠിക്കുന്ന മക്കളാണ് നിങ്ങൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് പുതിയൊരു ബാച്ച് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോവാണ്, ബ്രഹ്മോസ്. മക്കളെ, നിങ്ങൾ NMOസിന് പ്രിപ്പയർ ചെയ്യുന്ന മക്കളാണോ? നിങ്ങൾക്ക് ഏറ്റവും ഉപകാരമാകുന്ന ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ബാച്ചുമായിട്ടാണ് സൈലൻ നിങ്ങളെ മുന്നിലേക്ക് വരുന്നത്. അതാണ് ബ്രഹ്മോസ് ബാച്ച്. മക്കളെ, കഴിഞ്ഞ പ്രാവശ്യത്തെ ബ്രഹ്മോസ് ബാച്ചിൽ പഠിച്ച മക്കളോടൊന്ന് നിങ്ങൾ ചോദിച്ചാൽ മതി, എന്തായിരുന്നു ബ്രഹ്മോസ് ബാച്ച്, എങ്ങനെയുണ്ടായിരുന്നു ബ്രഹ്മോസ് ബാച്ച് എന്ന്. കാരണം അത്രത്തോളം ക്ലാസ്സുകൾ, അത്രത്തോളം ക്വസ്റ്റ്യൻസ് അവിടെ ചർച്ച ചെയ്ത് അടിപൊളിയാക്കി അവരെ പഠിപ്പിച്ച് മാറ്റിയിട്ടുണ്ട് നമ്മളെ ബ്രഹ്മോസ് ബാച്ച്. അതേ ബാച്ച് വീണ്ടും നമ്മൾ ഇവിടെ റീ ഓപ്പൺ ചെയ്യുകയാണ്, അല്ലെങ്കിൽ പുതിയ ബാച്ച് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ആ ബാച്ചാണ് ബ്രഹ്മോസ് ബാച്ച്. മക്കളെ, 48,000 രൂപയുടെ സ്കോളർഷിപ്പ് 8ാം ക്ലാസ്സിന് നേടാൻ വേണ്ടിയിട്ട് പോവാണ്. നിങ്ങൾ ആലോചിക്കണം കേട്ടോ, 8ാം ക്ലാസ്സിനാണ് നിങ്ങൾക്ക് ആ പണം അല്ലെങ്കിൽ ആ ഒരു സ്കോളർഷിപ്പ് നിങ്ങൾക്ക് നൽകാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആ എക്സാമാണ് NMS എക്സാമിനേഷൻ. മക്കളെ, ഏറ്റവും നല്ല ക്ലാസ്സുകൾ, ഏറ്റവും അടിപൊളി ക്വസ്റ്റ്യൻസുകൾ, എങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ അത് ക്രാക്ക് ചെയ്യാനുള്ള ഐഡിയാസ്, ടിപ്സുകൾ, ഇതെല്ലാം നിങ്ങൾക്ക് ആ ഒരു ബാച്ച് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് പോവാണ്. മക്കളെ, ഒരൊറ്റ കാര്യം കൂടി, ഈ ബാച്ച് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നിങ്ങൾ ഒറ്റ കാര്യം ചെയ്യേണ്ടേ ഉള്ളൂ, നിങ്ങൾ നമ്മളുടെ ആപ്പിലേക്ക് കയറുക. ആപ്പിൽ ഈ ബാച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഫ്രീ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പോവാണ്. നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക. NMS മാത്രം നോക്കിയാൽ പോരട്ടോ മക്കളെ, 8ാം ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കണം. കാരണം 8ാം ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 7ാം ക്ലാസ്സിനെ പോലെയല്ല, നന്നായിട്ട് മാറ്റങ്ങളുണ്ട്. നല്ല രീതിയിൽ പഠിച്ച് മുന്നേറിയാലേ നിങ്ങൾക്ക് 8ാം ക്ലാസ്സും NMSഉം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ആ സമയത്ത് 8ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മളെ യോദ്ധ ബാച്ച് ഇവിടെ ഒരുങ്ങിയിരിക്കുകയാണ്. ഒരുപാട് ചാപ്റ്റേഴ്സ് കഴിഞ്ഞു. ഇപ്പോൾ ഹിസ്റ്ററി എടുക്കുന്ന എനിക്കറിയാം, ആദ്യത്തെ ചാപ്റ്റർ കഴിഞ്ഞു, 2ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു, 3ാമത്തെ ചാപ്റ്ററിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ സമയത്ത് പോലും അവിടുത്തെ മക്കൾ അടിപൊളിയായി പഠിക്കുകയാണ്. ആ മക്കൾ ഇനി ഇതാ NMSഉം കൊണ്ടുപോവാണ്, 8ാം ക്ലാസ്സും ഒരുമിച്ച് കൊണ്ടുപോവാണ്. അപ്പോൾ മക്കളെ, നമുക്ക് ഈ 2 ബാച്ച് ഒരുമിച്ച് കൊണ്ടുപോകണം. മാത്രമല്ല, നമ്മൾ ഏറ്റവും വലിയ വിഷയം എന്താ അറിയോ, ഇതേ സമയത്ത് തന്നെയായിരിക്കും നമ്മൾ പുതിയ SPCയിലും JRCയിലും സ്കൗട്ടിലും അതേപോലെ ഒരുപാട് ബാച്ചുകളിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടാവുക. മക്കളെ, ഇത് 3ഉം കൂടി നിങ്ങൾക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാവും. ആ സമയത്ത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ യോദ്ധ ബാച്ചിൻ്റെ പ്രത്യേകത. കാരണം നിങ്ങൾ കൃത്യമായിട്ട് ഒരു ഫോളോ അപ്പ് ചെയ്ത് നിങ്ങൾ കൃത്യമായിട്ട് സ്റ്റഡി പ്ലാനിലൂടെ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് ഇത് 3ഉം നിഷ്പ്രയാസം അടിപൊളിയാക്കി കൊണ്ടുപോകാൻ സാധിക്കും. ഇത് 3 കൊണ്ടുപോകുമ്പോൾ യഥാർത്ഥത്തിൽ 8ാം ക്ലാസ്സിൽ നല്ലൊരു കുട്ടിയായിട്ട് നിങ്ങൾക്ക് മാറുകയും നല്ല രീതിയിൽ മാർക്ക് വാങ്ങാൻ സാധിക്കുകയുള്ളൂ. സോ മക്കളെ, നിങ്ങൾ നമ്മളെ യോദ്ധ ബാച്ചിലേക്ക് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നമുക്ക് അടിപൊളിയാക്കി ഉഷാറാക്കി കൊണ്ടുപോകാം. അപ്പോൾ യോദ്ധയിൽ നിങ്ങൾക്ക് A+ കിട്ടുന്നു, NMSഉം കിട്ടുന്നു, SPCയിലെയും JRCയിലെയും സ്കൗട്ടിലെയും നല്ല കുട്ടിയാവുന്നു. 8ാം ക്ലാസ്സിൽ തന്നെ ഏറ്റവും മികച്ച കുട്ടിയായിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കും. അപ്പോൾ ഒട്ടും നിങ്ങൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ താഴെ ഒരു നമ്പർ കാണാം, പെട്ടെന്ന് ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരുമിച്ച് അടിപൊളിയായി പഠിച്ച് ഉഷാറാക്കാം.